കരൂർ സംഭവം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ആ വിഷയത്തിൽ ടി.വി.കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി വി.പി. മതിയഴകൻ അറസ്റ്റിലായി. മറ്റ് നേതാക്കളുടെ അറസ്റ്റും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ദുരന്തത്തെ സംബന്ധിച്ച് പ്രകോപനപരമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതിന് 25 പേർക്കെതിരെ ചെന്നൈ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കരൂരിൽ ഒരു ടി.വി.കെ ബ്രാഞ്ച് സെക്രട്ടറി ജീവനൊടുക്കി. ഡി.എം.കെ നേതാവ് സെന്തിൽ ബാലാജിക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചാണ് വി അയ്യപ്പൻ ജീവനൊടുക്കിയത്. എം.ജി. മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എം.ജി. മിഥുൻ, കൂടുതൽ അറസ്റ്റുകൾ നടക്കുന്നു, ഒപ്പം തന്നെ ഒരാളുടെ ആത്മഹത്യ ഉണ്ടാകുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും വിജയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. അനുശ്രീ, ഇന്നലെ രാത്രിയോട് കൂടിയാണ് മതിയഴകൻ ജില്ലാ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ കരൂരിൽ എത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിന് തുടരുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. അതിനുശേഷം ഇന്ന് തന്നെ മതിയഴകനെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ടി.വി.കെ നേതാവ് ബുസി ആനന്ദിനെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ, അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് വിജയെ കൂടുതൽ ആക്രമിക്കാതെയുള്ള പ്രതികരണമാണ് ഇപ്പോഴും ഡി.എം.കെയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അല്പസമയത്തിന് മുമ്പ് ഒരു പ്രതികരണം വന്നത് ഇത് വരുത്തിവെച്ച ഒരു ദുരന്തം തന്നെയാണ്. കാരണം വിജയ് എന്ന സിനിമാക്കാരനപ്പുറം വിജയ് എന്ന രാഷ്ട്രീയക്കാരന് ചില ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവവികാസങ്ങളെയൊക്കെ കുറിച്ചൊന്നും കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നുള്ള ചില വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തത്. മറ്റൊന്ന്, ഈ അല്പസമയത്തിന് മുമ്പ് ടി.വി.കെയുടെ പ്രാദേശിക നേതാവ് ജീവനൊടുക്കിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. വി അയ്യപ്പൻ, ബ്രാഞ്ച് സെക്രട്ടറി വി അയ്യപ്പനാണ് ജീവനൊടുക്കിയത്. ആത്മഹത്യാ കുറിപ്പും ഇദ്ദേഹത്തിന്റെ പേരിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വി അയ്യപ്പന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമോ എന്നുള്ളതൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ ആത്മഹത്യാ കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് സെന്തിൽ ബാലാജിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. അതായത് ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ചില സമ്മർദ്ദങ്ങൾ സെന്തിൽ ബാലാജി ചെലുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇത്തരത്തിൽ ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നടക്കമുള്ള ചില പരാമർശങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു തലത്തിലേക്ക് ഈ കരൂരിലെ ദുരന്തം പോകുന്നു എന്നുള്ളതാണ്. അതായത് ടി.വി.കെയും ഡി.എം.കെയും ഉള്ള നേർക്കുനേരുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെയും ഏകദേശം ഒരു 2 ദിവസത്തിന് മേലെയായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്താൻ ഇതുവരെയും വിജയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം FIR-ലെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ FIR-ൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വിജയ് മനഃപൂർവ്വം ഈ സ്ഥലത്തേക്ക് വരുന്നത് വൈകിപ്പിച്ചു, ഏകദേശം 4 മണിക്കൂറോളം വൈകി എന്നുള്ളതാണ് ഒരു പരാമർശം FIR-ൽ പറയുന്നത്. മറ്റൊന്ന്, അനുമതി നൽകിയത് 10,000 പേർക്ക് മാത്രമായിരുന്നു. പക്ഷേ 25,000-ത്തിലധികം, അതൊരു പ്രാഥമിക കണക്കുകൾ മാത്രമാണ്, 25,000-ത്തിലധികം പേർ ഇവിടേക്ക് വന്നുവെന്ന് കൂടി പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നിരവധി നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിബന്ധനകളൊന്നും തന്നെ ടി.വി.കെ പാലിച്ചില്ല. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല തവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ടി.വി.കെ അധികൃതർക്ക്. പക്ഷേ അതൊന്നും പാലിക്കാൻ അവർ തയ്യാറായില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ മെഡിക്കൽ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഏർപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യമായി ഇവർ പറയുന്നത്. 11 പേർ തൽക്ഷണം മരിക്കാൻ ഇടയാക്കിയ സാഹചര്യം. മറ്റൊന്ന്, ഈ ആളുകൾ, ഈ വന്ന് തടിച്ചുകൂടിയ ആളുകൾ, അതായത് രാവിലെ മുതൽ വന്നതാണ്, ഈ സമയം ഇങ്ങനെ നീണ്ടുപോയതാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താൻ വേണ്ടി വഴിയൊരുക്കുകയും ചെയ്ത്. ഇവരൊക്കെ പിന്നീട് ചില മരങ്ങളിലും ഒപ്പം തന്നെ ചെറിയ ഷെഡുകൾക്ക് മുകളിലായി കയറിയിരിക്കുകയും ചെയ്തു. ഇത് തകർന്ന് വീഴുകയും അത് താഴെ നിന്നവരുടെ മുകളിലേക്കാണ് പതിക്കുകയും ചെയ്തത്. അതാണ് മറ്റൊരു ഈ ഒരു ദുരന്തത്തിന് കൂടുതൽ ആഘാതം ഏർപ്പെടുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു വ്യാപ്തി കൂടുകയും ചെയ്തതെന്നാണ് FIR ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലെ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതായത് 11 പേർ, അതായത് 25 പേർ മരിച്ചത് ശ്വാസതടസ്സം മൂലമാണ് എന്നുള്ളതാണ്. അതിൽ 10 പേർ മരണം വാരിയലുകൾ തകർന്നതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, 9 കുട്ടികളുടെ കഴുത്തിലെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്. മരിച്ചവരിൽ ഭൂരിഭാഗം പേരുടെ ആന്തരിക അവയവങ്ങൾ തകർന്ന് മരിച്ചത് എന്നുള്ളതാണ്. പലർക്കും 3 മിനിറ്റ് നേരം വരെ ശ്വാസമെടുക്കാൻ സാധിച്ചില്ല എന്നുകൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ വാക്പോരുകൾ തുടരുകയാണ്. കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് പോകും. മറ്റൊന്ന്,
നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് വിജയ്ക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് DMK എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർന്ന നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയെ ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം വേണം, അതായത് നിലവിലെ ജുഡീഷ്യൽ അന്വേഷണം കണ്ണിൽ പൊടിയാനുള്ള സർക്കാരിന്റെ നീക്കം മാത്രമാണ് എന്നുള്ളതാണ്. വലിയ ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് TVK ഇപ്പോഴും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു CBI അന്വേഷണം വന്നാൽ മാത്രമേ ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരൂ എന്നുള്ളതാണ് TVK ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഹർജി മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ TVK പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു പോലീസ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.